Malappuram, Jishna from Malappuram, Shibimol from Malappuram, Susmi from Malappuram, Nifla from Malappuram, Farida Muringat from Malappuram, Nusrat PP from Malappuram, Renji AP from Malappuram, Manisha from Malappuram, Tushara from Malappuram, Shija from Malappuram, Huda Nasrin from Malappuram, Jasila from Malappuram, Sulfina from Malappuram, Najma from Malappuram, Aisha from Malappuram, Shafna from Malappuram, Fatima Nubaila from Malappuram, Ravila from Malappuram, Jida P. Gopalan from Malappuram, Vijidas from Malappuram, Divya from Kozhikode, Samira from Malappuram, Shiji from Malappuram, Najma from Malappuram, Shifana from Malappuram, Devika from Malappuram, Supriya from Malappuram, Musina from Malappuram, Ramlat from Malappuram, Fasila from Malappuram, Sharin Mustafa from Malappuram, Danya from Malappuram, Vismaya Nath from Malappuram, Devapriya Arnath from Malappuram, Sufaila from Malappuram, Ravina from Malappuram, Arjun from Malappuram, Sharnas from Thrissur, Raisa from Malappuram, Mol from Kottayam, Athra Vinod from Wayanad, Gulshina from Calicut, Arunima from Kasaragod, Jabir from Kasaragod, Fatima Zora from Malappuram, Mausuha from Malappuram, Husna from Malappuram, Nada from Malappuram, Aravind from Wayanad, Soumya from Thrissur, Jamshida from Kasaragod, Shamna from Malappuram, Ruxana from Malappuram. Hafsina from Kozhikode, Anupriya from Wayanad, Vidya from Thrissur, Isha Jana from Kasaragod, Neema from Kasaragod, Safa from Palakkad, Shruti OT from Kozhikode and Hasina OP from Thrissur. ഇനി 251 മുതൽ 300 വരെ ചോക്കർ നമ്പറിലുള്ള എല്ലാവരും ഹാളിൽ പുറത്ത് നിൽക്കാം. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു അവസരം ഇപ്പൊ ചോദിച്ച് വാങ്ങിയതാണ്. ഇപ്പൊ ഇന്ദുജ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ലൈഫില് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ആള് അല്ലെങ്കിൽ അയാളുടെ ഒരു സെന്റൻസ് ഉണ്ടാവും. അതുപോലെ ഒരു കഥയാണ്. ഞാൻ DLED കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് 2023 കഴിഞ്ഞത്. PSC ഒക്കെ എഴുതുന്നുണ്ട്. എന്നാലും ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ഡിസ്റ്റന്റ് ആയിട്ട് ടിക്ക് ചെയ്യാണ്. അപ്പം രാവിലെ 10 മണിക്ക് എണീക്കുന്നു, ഒരു ചായ കുടിക്കുന്നു, 11 മണിക്ക് ചായ കുടിക്കുന്നു, 12 മണിക്ക് ചായ കുടിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, 2 മണിയാകുമ്പോൾ കിടന്നുറങ്ങുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു റൊട്ടീൻ കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് സൈല ഞാൻ എടുത്തത്, ഓൺലൈൻ ക്ലാസ് എടുത്തത്. അപ്പൊ ഈ മനസ്സിലാക്കിയ ക്ലാസ്സില് ആരും എന്തോ ഒരു കമന്റ് ഇട്ടു. അപ്പൊ സാറ് ഭയങ്കര ദേഷ്യമായി. സാറ് ഭയങ്കര ഇങ്ങനെ ചൂടായിട്ട് പറയാ, നിങ്ങൾക്ക് കഴിക്കാൻ 3 നേരം കഴിക്കാൻ ഭക്ഷണവും കിടക്കാൻ ഒരു കിടക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും റാങ്ക് ലിസ്റ്റിൽ കയറില്ല, നിങ്ങൾക്ക് ഒരിക്കലും ജോലി കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒന്നുകൂടി പറയാം, 3 നേരം കഴിക്കാൻ ഭക്ഷണവും കിടക്കാൻ ഒരു കിടക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജോലി കിട്ടില്ല എന്ന് സാറ് പറഞ്ഞു. പക്ഷെ അതിന്റെ സത്യത്തിൽ അത് ഹൃദയത്തിൽ ഞാൻ കൊണ്ടു. ഞാൻ അതങ്ങോട്ട് എടുത്തു. ഞാൻ അന്ന് തന്നെ എന്റെ ഡോറിൽ പോയിട്ട് സുഖമായി ഇരിക്കരുത് എന്ന് എഴുതി ഒട്ടിച്ചു വെച്ചു. അത് ഞാൻ ഇസ്മായിൽ സാറൊക്കെ വീട്ടിലൊന്നും ഞാൻ വിളിച്ച് അവർക്ക് കാണിച്ചു കൊടുത്തു. സുഖമായി ഇരിക്കരുത് എന്നുള്ളതാണ് എന്റെ സത്യം പറഞ്ഞ കോട്ട്. കാരണം ഭക്ഷണവും കിടക്കയും റൂമും എല്ലാ സൗകര്യങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും സൗകര്യം ഉണ്ടാകുമ്പോൾ അത് വേസ്റ്റ് ആക്കരുത് എന്നുള്ള സാധനം സാറിന്റെ ആ സാറിനെ കൈ ചൂണ്ടിക്കൊണ്ടാ പറയുന്നത്. അതായത് മുഖഭാവം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് തന്നെ ഞാൻ എന്താ രാവിലെ 7 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ കട്ടിലെടുത്ത് തിരിച്ചിടും. എനിക്ക് മാത്രം കിടക്കാൻ പറ്റുന്ന കട്ടിലാണ്. അന്നേരം ഞാൻ എടുത്തൊക്കെ തിരിച്ചിടും. പിന്നെ അന്ന് കിടക്കാനേ പാടില്ല, ടോപ്പിക്ക് തീർത്തിട്ട് അന്ന് കിടക്കാൻ പാടുള്ളൂ. അങ്ങനെ 1 മണിക്ക് കിടന്ന ദിവസങ്ങളുണ്ട്, 2 മണിക്ക് കിടന്ന ദിവസങ്ങളുണ്ട്, രാവിലെ ആയിട്ടും കിടക്കാത്ത ദിവസങ്ങളുണ്ട്. അതൊക്കെ ആ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അപ്പം അതുപോലെ ലിംഗിച്ച പറഞ്ഞ പോലെ മൻസൂർ സാറും ആ സാറിന്റെ ഒരു വേർഡും ജീവിതത്തിൽ എവിടെ പോയാലും അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. കാരണം നമുക്ക് എത്രത്തോളം ഫുഡുണ്ടെന്ന് വെച്ചിട്ടോ എത്ര നല്ല കുഷ്യനുള്ള കിടക്കുണ്ടെന്ന് വെച്ചിട്ടോ അവിടെ കിടക്കരുത്, അവിടെ കിടന്നു പോകരുന്നുള്ള വലിയൊരു സന്ദേശമാണ് സാറിന്റെ ആ വേർഡ്സിൽ ഇരിക്കുന്നത്. അപ്പം നന്ദി ഒന്നും പറഞ്ഞാൽ തീരില്ല. കൂടെ നിന്നവർക്ക്, മാതാപിതാക്കൾക്ക്, സ്നേഹിച്ചവർക്ക്, പിന്നെ സൈലത്തിനും വലിയ നന്ദിയുണ്ട്. അപ്പം ഇതുപോലെ ഒത്തിരി പ്രതീക്ഷയോടെ സൈലത്തിലോട്ട് ജോയിൻ ചെയ്യുന്ന ഓരോരുത്തരെയും ഇന്നും നാളെയും ഒക്കെ ഇതുപോലൊരു വലിയ വേദിയിൽ ഇങ്ങനെ അഭിമാനത്തോടെ നിൽക്കാനും സംസാരിക്കാനും പ്രാർത്ഥനയൊക്കെ സൈലത്തിന് എപ്പോഴും കഴിയട്ടെ. ആ ഒരു മൊമെന്റ്, ആ ഒരു പോയിന്റ് നിന്നാണ് ഇത് തുടങ്ങിയത്. അന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ ഇപ്പൊ ഈ വേദിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതും കൂടെ എടുത്തു പറയാൻ
ഈ ഒരു വേദി സഹായിച്ചു. അപ്പൊ എന്റെ അച്ഛൻ കമ്പനിയാണ് സൈലം ലേണിംഗ്. നീ JEE ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, എല്ലാ മേഖലയിലും കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി സൈലം